അപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ എന്ന് പറയുന്നുള്ളതിൽ. ഓസോൺ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ എന്ന് പറയുന്നത് ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഓസോൺ എന്ന് പറയുന്നത്? ഭൂമിയുടെ രക്ഷാകവചമാണ്. ഓസോൺ എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോണാണ്. അപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാകുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് പറഞ്ഞത്? സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്ന ആരാണ്? ഓസോൺ വാതകങ്ങളാണ്. ഓസോൺ വാതകങ്ങളാണ് സംരക്ഷിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? അത് ജീവജാലങ്ങൾക്ക് നല്ലതായിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിച്ചാൽ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഇനി അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ: ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ എന്നിവയൊക്കെ അൾട്രാവയലറ്റ് രശ്മികൾ കാരണം ഉണ്ടാകുന്ന ദോഷങ്ങളാണ് അല്ലേ? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇനി എന്താണ് ഓസോൺ എന്ന ദിനം എന്ന് പറയുന്നത്? സെപ്റ്റംബർ 16 അല്ലേ ഓസോൺ ദിനം എന്ന് പറയുന്നത്? എന്താണ്? സെപ്റ്റംബർ 16 ഓസോൺ ദിനം എന്ന് പറയുന്നത്. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റോസ്ഫിയറും പഠിച്ചു, ട്രോപ്പോസ്ഫിയറും പഠിച്ചു അല്ലേ?